ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയില്ല, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടീ കേക്ക് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മൈദ ഉപയോഗിക്കുന്നേ ഇല്ല. റവ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. 100% റവ മാത്രമാണ് ഈ കേക്കിൽ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാം, ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കാം. ഒരുപാട് പേരുണ്ട് മൈദ ഇഷ്ടമില്ലാത്തവര്, മൈദ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കേക്ക് തന്നെ അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കേക്കിന്റെ റെസിപ്പി ആയിരിക്കും ഇത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഓവൻ ഉപയോഗിച്ചിട്ടില്ല, ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല, സ്പാറ്റുലയോ വിസ്കോ ഇതൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും മിക്സിയിലാണ് ഈ കേക്കിന്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേക്ക് കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള കേക്ക് ഉണ്ടാക്കി കാണിക്കണമെന്ന്. തീർച്ചയായിട്ടും ഇതും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല സ്വാദുള്ള, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള റവ കൊണ്ടുള്ള ടീ കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ മിക്സിയിൽ റവ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 200 ml കപ്പാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ വറക്കാത്ത റവയാണേ. നമുക്ക് ഒരു കപ്പ് റവ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു കുറച്ച് തരിതരിപ്പുണ്ട്. എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിക്കാം, ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പൊടിക്കാം. എത്രയും മാക്സിമം പൊടിക്കാൻ പറ്റുമോ അത്രയും പൊടിക്കാം. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മാക്സിമം പൊടിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു തരിതരിപ്പുണ്ട്, എന്തായാലും അത്രേ പറ്റുള്ളൂ. മൈദ പോലൊന്നും എന്തായാലും പൊടിയത്തില്ല. ഇത് നമുക്കെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. അതൊന്ന് ഈ പൊടി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് ചൂടായിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് അതും ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര പിന്നെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞോളും. നമുക്ക് വേറൊരു മിക്സിയുടെ ജാറ്, നമ്മൾ മാവൊക്കെ അരക്കാൻ എടുക്കുന്ന മിക്സിയുടെ ജാറില്ലേ, ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മളത് മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. ബീറ്ററൊന്നും മാത്രമല്ല, നമ്മൾ സ്പാറ്റുല പോലും ഉപയോഗിക്കുന്നില്ല. നമുക്കിത് നന്നായിട്ടങ്ങ് അടിച്ച് പതിപ്പിക്കാം. എന്ന് വെച്ചാൽ നമ്മളിതൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും ഉണ്ടാവരുത്. അടപ്പിൻ്റെ മേലെയാണേലും അതെ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടങ്ങ് പതപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു 30 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്, അത്രയും മതി. അതായത് നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവറും വരും. അതും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. അതൊരു 30 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്, 1 മിനിറ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. മിക്സി അങ്ങ് ചൂടാവരുത് കേട്ടോ, അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന റവയില്ലേ, അതൊരു 2 സ്പൂൺ 2 പ്രാവശ്യമായിട്ട് നമുക്കൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മാത്രം മതി. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് അരക്കരുത്. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്രയും മതി. ഒരുപാട് അടിച്ച് അങ്ങ് അരച്ച് കളയല്ലേ. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ കൂട്ട്. നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ റിങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക്
കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിടണമെന്നില്ല. നല്ല അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും ഇടാതെ തന്നെ ഇതുപോലെ റിങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിലും കുക്കറിലും ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്കിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തേക്കാം. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പാനിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ആയിട്ടുണ്ടാവും. ഇനി ചിലർക്ക് ഉപ്പിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഉപ്പ് ഒന്നും ഇടാതെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പോലെ കുറച്ച് പൂഴി എടുത്തിട്ടാലും മതി. പൂഴി എന്ന് പറഞ്ഞാൽ മണലാണ്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ട്രേ ആണ് കേട്ടോ. അതൊരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ്. 1.5 ഇഞ്ച് ഉയരമുണ്ട്. അതിന് നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ബട്ടർ പേപ്പർ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിൽ നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഗ്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്താലും മതി. സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഈ സ്ക്വയറിനുള്ളത് സ്ക്വയർ കട്ട് ചെയ്തിട്ട് സൈഡിലേക്കുള്ളത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. ഞാൻ പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നടുക്ക് വെക്കുക. ഞാനിപ്പോൾ ഓരോ കോണും ഇങ്ങനെയായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഈ കോർണർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിപ്പം ഈ 2 കോർണറും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മടക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ട്രേ ഒന്നെടുത്ത് ട്രെയിൽ ഇത് കറക്റ്റ് ആണോ നോക്കുക. അതിപ്പോൾ കണ്ടോ, നമ്മൾ ആ അളവെടുത്തിട്ട് തന്നെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ട്രെയിൽ കറക്റ്റ് തന്നെയാണ്. നമുക്ക് ബാക്കി ഭാഗം കൂടെ ഇതിപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വേറൊരു മെത്തേഡ് കാണിക്കുന്നേ ഉള്ളൂ. ഈ സ്ക്വയർ മാത്രം ആദ്യം കട്ട് ചെയ്ത് അടിയിൽ വെച്ച് സൈഡിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാവുന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ ഇറക്കി വെക്കാം. പക്ഷേ ഇത് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് അവിടെ നന്നായിട്ട് അവിടെ ഒട്ടി നിന്നോളൂ. അപ്പോൾ ഞാനൊന്ന് എണ്ണ ഗ്രീസ് ചെയ്യട്ടെ. അപ്പം ട്രെയിൽ ഞാൻ കുറച്ച് എണ്ണയാക്കുന്നുണ്ട്. ഞാൻ സാധാരണ വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് എണ്ണയാക്കിയിട്ട് അതിലേക്ക് തന്നെ നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറും കൂടെ വെക്കുകയാണ്. അപ്പം നല്ല സൈഡൊക്കെ നന്ന വൃത്തിയായിട്ട് കിട്ടും. ജസ്റ്റ് എണ്ണയാക്കി കഴിഞ്ഞാൽ ഈ ബട്ടർ പേപ്പർ അവിടെ ഇരുന്നോളും. നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതാക്കി കൊടുത്താൽ മതി. നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടങ്ങ് പതഞ്ഞ് വരും കേട്ടോ. ആ പതഞ്ഞ് വന്നത് ആ പതയോടുകൂടി തന്നെ നമുക്ക് കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ പതഞ്ഞ് വരുന്നേ. ഇനി അത് ഈ കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെക്കാൻ സമയത്ത് മാത്രം ഇതൊഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ ബബിൾസൊക്കെ ഇങ്ങനെ വരും അതിൽ. അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ കേക്ക് ടിന്ന് നമ്മുടെ ഈ ഓവൻ സെറ്റപ്പില്ലേ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 40 അല്ലെങ്കിൽ 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കേക്കിൻ്റെ നല്ല സ്മെല്ല് വരും. ആ സമയത്തൊന്ന് തുറന്ന് നോക്കിയാൽ മതി.
എന്നിട്ടൊരു സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആ സമയത്ത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്നും പോയി തുറന്ന് നോക്കരുതേ. പിന്നെ തീരെ വ്യത്യാസം അനുസരിച്ച് ടൈമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. കാരണം എൻ്റെ മീഡിയം ഫ്ലെയിം ആയിക്കൊള്ളുന്നില്ല, നിങ്ങളുടെ മീഡിയം ഫ്ലെയിം. ഞാൻ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേക്കിൻ്റെ സ്മെല്ല് വരുന്നത് വെച്ചിട്ടാണ്. നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. ഇപ്പം 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നടുഭാഗത്ത് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുകയാണേ. അതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫാക്കി. ഇതുണ്ടോ, ഇതിലൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. വേണേൽ ഒരു സ്ഥലത്തും കൂടെ ഒന്ന് കുത്തി നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പം വേണ്ട, ഒന്നും ആയിട്ടില്ല. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് അങ്ങ് മാറ്റി വെക്കാം. ഇന്നിപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവുള്ളൂ. അപ്പം കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡീമോൾഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ജസ്റ്റ് കത്തി വെച്ചൊന്ന്, ഇവിടെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ട്, കാണുന്നുണ്ടാവുമായിരിക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുണ്ടോ, നല്ല തിക്നെസ്സിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. എത്ര സോഫ്റ്റ് കേക്കാണ്. സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇത് റവയാണ്. നമ്മൾ സാധാരണ മൈദയുടെ കേക്ക് ഇതുപോലെ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ റവയുടെ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ആ മൈദയുടെ കേക്കിന് അത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഒരു ചെറിയൊരു തരിതരിപ്പ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ പാനിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം റെഡ് വെൽവെറ്റിൻ്റെ കേക്കിനാണെന്ന് തോന്നുന്നു, അതൊന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് വ്യത്യാസമായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ പഞ്ചസാര ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു സെക്കൻഡ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫാക്കി. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുന്നത്. കുപ്പി തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കഴുകണേ, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഈ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പ്രേയറാണ് കേട്ടോ. നമുക്കിത് വളരെ വിലക്കുറവിൽ കിട്ടും. ഒരു 10-20 രൂപ മറ്റേ ഉള്ളൂ. അത് ആ സ്പ്രേയർ നമുക്ക് ഇതിലേക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാം. സാധാരണ ബോട്ടിലെടുത്താൽ മതി. ഈ പഞ്ചസാര പാനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സ്പ്രേയർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ കോരി നമുക്ക് ആ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സ്പ്രേയർ ആകുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തോട്ടും നന്നായിട്ട് കേക്കിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ഇപ്പം മുറിച്ച് വെച്ച കേക്കുകൾ അങ്ങോട്ട് എടുക്കാണ്ട്. അതിൽ ഒരു പീസ് പോയി കേട്ടോ. നമ്മളിവിടെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കേക്ക് പിന്നെ കിട്ടുകയില്ല. ഒന്ന് കിടത്തി വെക്കാം. പഞ്ചസാര പാനി ഒഴിക്കുകയാണെങ്കിൽ ആദ്യം കേക്കിൽ ഒഴിച്ചിരുന്നാലും മതി. പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ എത്തുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കഴിക്കാനായിട്ട് സോഫ്റ്റ് ഒക്കെ തന്നെയാണ്. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും കേക്കിന്. അത് മാറാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. മുഴുവൻ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പം തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ സ്പ്രേ ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു തരിതരിപ്പ് ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ദിവസമൊന്നും പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം കേക്ക് ഉണ്ടാക്കുന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും പുറത്ത് വെക്കാം. അതിൽ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കുക. അപ്പോഴേ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് കഷ്ണങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് തീരുന്നത് പറയാൻ പറ്റില്ല. നാളത്തേക്ക് വെച്ചാലായി അത്ര തന്നെ. ഇതേണ്ട ഒന്നുകൂടെ കാണിച്ചു തരാം അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സേ. ഒന്നുകൂടെ മുറിച്ച് കാണിച്ചു തരാം. ഇത്ര സോഫ്റ്റ് കേക്കാണ്.
നല്ല സോഫ്റ്റ് ടീ കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് മൈദ കഴിക്കാൻ പറ്റാത്തവർ. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊക്കെ തന്നെ ഇഷാൻ, അവന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൈദ കഴിക്കരുതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവന് കേക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം, ധൈര്യമായിട്ട് കൊടുത്തു വിടാം. മൈദയാണെന്നുള്ളതുകൊണ്ട് ഒരുപാട് പേര് കേക്കൊന്നും കൊടുത്തു വിടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റവ ആവുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ കൊടുത്തു വിടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.